നമസ്കാരം, എല്ലാവർക്കും സ്വാഗതം. ഇന്നത്തെ ഡെയിലി അപ്ഡേറ്റ്സിലേക്ക്. ഇന്ന് 2026 മെയ് മാസം 1-ാം തീയതി വെള്ളിയാഴ്ച. ഇന്നത്തെ പ്രധാനപ്പെട്ട വാർത്താ അപ്ഡേറ്റുകളും നാളെയും വരും ദിവസങ്ങളിൽ നിങ്ങളെല്ലാവരും അറിഞ്ഞിരിക്കേണ്ട, ശ്രദ്ധിക്കേണ്ട വളരെ പ്രധാനപ്പെട്ട അറിയിപ്പുകൾ, അപ്ഡേറ്റുകളൊക്കെയാണ് ഡെയിലി അപ്ഡേറ്റ്സിൽ നിങ്ങളുമായിട്ട് ഷെയർ ചെയ്യുന്നത്. എല്ലാ പ്രേക്ഷകരും പൂർണ്ണമായിട്ട് ഈ അപ്ഡേറ്റുകൾ ശ്രദ്ധിക്കുക. നിങ്ങളെല്ലാവരും വീഡിയോ ഒന്ന് ലൈക്ക് ചെയ്ത് എല്ലാ പ്രേക്ഷകരിലേക്കും മറക്കാതെ ഷെയർ ചെയ്ത് എത്തിക്കുക. നമ്മുടെ വാട്സപ്പ് ഗ്രൂപ്പിൽ ജോയിൻ ചെയ്യുക. വാർത്തകളും അറിയിപ്പുകളും എല്ലാ ദിവസവും കൃത്യമായി നിങ്ങൾക്ക് വാട്സപ്പ് ഗ്രൂപ്പിൽ ലഭ്യമാകുന്നതാണ്. വാട്സപ്പ് ഗ്രൂപ്പിൻ്റെ ലിങ്ക് വീഡിയോയുടെ ഡിസ്ക്രിപ്ഷൻ കമൻറ്റിൽ നൽകിയിട്ടുണ്ട്. എല്ലാ പ്രേക്ഷകരും മറക്കാതെ ഏതെങ്കിലും ഗ്രൂപ്പിൽ ജോയിൻ ചെയ്യുക. വാർത്തകൾ എല്ലാവരിലേക്കും ഷെയർ ചെയ്യുക. ഏറ്റവും ആദ്യത്തെ പ്രധാനപ്പെട്ട വാർത്താ അപ്ഡേറ്റ്. 2026-27 സാമ്പത്തിക വർഷത്തിൻ്റെ തുടക്കമായ ഏപ്രിൽ മാസം അവസാനിക്കുകയാണ്. മെയ് മാസത്തിലേക്ക് കടക്കുമ്പോൾ കേരളത്തിലെ ജനങ്ങളെ സംബന്ധിച്ചിടത്തോളം ബാങ്കിങ്, സാമ്പത്തിക മേഖലകളിലൊക്കെ തന്നെ വളരെ പ്രധാനപ്പെട്ട ചില മാറ്റങ്ങളാണ് വരുന്നത്. പുതിയ സാമ്പത്തിക വർഷത്തിൻ്റെ തുടക്കത്തിൽ തന്നെ ബാങ്ക് അക്കൗണ്ട് ഉള്ളവർ ശ്രദ്ധിക്കേണ്ട നിരവധിയായിട്ടുള്ള കാര്യങ്ങളുണ്ട്. പ്രധാനമായിട്ടും സ്വർണ്ണപ്പണയ വായ്പകളുടെ കാര്യത്തിലൊക്കെ തന്നെ വലിയ മാറ്റങ്ങളാണ് റിസർവ് ബാങ്ക് ഓഫ് ഇന്ത്യ വരുത്തിയിരിക്കുന്നത്. ചെറിയ തുകയുടെ വായ്പകൾക്ക് 2.5 ലക്ഷം രൂപ വരെ, സ്വർണ്ണത്തിൻ്റെ മൂല്യത്തിൻ്റെ 85% വരെ ഇപ്പോൾ വായ്പ ലഭിക്കും. കൂടാതെ വായ്പ തിരിച്ചടച്ചാൽ 7 പ്രവൃത്തി ദിവസത്തിനുള്ളിൽ പണയം വെച്ച സ്വർണം തിരികെ നൽകണമെന്നും RBI കർശന നിർദ്ദേശം നൽകിയിട്ടുണ്ട്. വാഹന, ഭവന വായ്പകൾ എടുത്തിട്ടുള്ളവർക്ക് ആശ്വാസം നൽകുന്ന വാർത്തയാണ് റിസർവ് ബാങ്ക് ഓഫ് ഇന്ത്യയുടെ നയ അവലോകന യോഗത്തിൽ നിന്നും വന്നത്. റിപ്പോ നിരക്കിൽ മാറ്റം വരുത്താത്തതിനാൽ തന്നെ പലിശ നിരക്കുകളിൽ നിലവിൽ വർധനവ് ഉണ്ടാകില്ല. അതുകൊണ്ട് തന്നെ നിലവിലെ EMI തുകയിൽ മാറ്റമില്ലാതെ മുന്നോട്ട് പോകാൻ വായ്പക്കാർക്ക് സാധിക്കും. ഇതിന് പുറമെ ഫ്ലോട്ടിംഗ് പലിശ നിരക്കിലുള്ള വായ്പകൾ കാലാവധിക്ക് മുൻപേ അടച്ചു തീർക്കുന്നവർക്ക് ഏപ്രിൽ 1 മുതൽ പ്രീ പേയ്മെൻറ്റ് പെനാൽറ്റി ഒഴിവാക്കിയതും വലിയൊരു മാറ്റം കൂടിയാണ്. അതും ഈ സാമ്പത്തിക വർഷത്തിൽ തുടർച്ചയായിട്ട് ഉണ്ടാകും. ഡിജിറ്റൽ ഇടപാടുകൾ നടത്തുന്നവർ മെയ് മാസം മുതൽ തന്നെ 2 ഫാക്ടർ ഒതൻറ്റിക്കേഷൻ പോലെയുള്ള സുരക്ഷാ മാനദണ്ഡങ്ങളൊക്കെ തന്നെ പാലിക്കുന്നുണ്ടെന്ന് ഉറപ്പുവരുത്തേണ്ടതുണ്ട്. അടുത്ത പ്രധാനപ്പെട്ട വാർത്താ അപ്ഡേറ്റ്. രാജ്യത്തെ LPG ഉപഭോക്താക്കൾക്കായിട്ട് പുതിയ നിയമങ്ങൾ മെയ് 1 മുതൽ പ്രാബല്യത്തിൽ വരികയാണ്. സിലിണ്ടർ ബുക്കിംഗ്, ഡെലിവറി രീതികൾ, അതുപോലെ തന്നെ വില നിർണ്ണയം എന്നിവയിലൊക്കെ തന്നെ വലിയ മാറ്റങ്ങളാണ് സർക്കാർ കൊണ്ടുവരുന്നത്. ആഗോള വിപണിയിലെ അനിശ്ചിതത്വം കണക്കിലെടുത്തുകൊണ്ട് എണ്ണ കമ്പനികൾ വിതരണ സംവിധാനങ്ങൾ പരിഷ്കരിക്കുന്നതിൻ്റെയൊക്കെ തന്നെ ഭാഗമായിട്ടാണ് ഈ ഒരു പുതിയ നടപടി. ഇന്ത്യൻ ഓയിൽ, ഭാരത് ഗ്യാസ്, HP ഗ്യാസ് എന്നീ കമ്പനികൾ പുതിയ ഡെലിവറി ബുക്കിംഗ് നിയമങ്ങളെക്കുറിച്ചൊക്കെ തന്നെ ഇതിനോടകം തന്നെ ചർച്ചകൾ നടത്തിക്കഴിഞ്ഞു. പ്രധാനമായിട്ടും ബുക്കിംഗ് ഇടവേളകളിലാണ് ഈ മാറ്റം വരുന്നത്. പുതിയ പരിഷ്കാരം അനുസരിച്ച് നഗരപ്രദേശങ്ങളിൽ ഒരു സിലിണ്ടർ ബുക്ക് ചെയ്ത് 25 ദിവസത്തിന് ശേഷം മാത്രമേ അടുത്ത ബുക്കിംഗ് അനുവദിക്കുകയുള്ളൂ. ഗ്രാമപ്രദേശങ്ങളിൽ ഇത് 45 ദിവസമായിട്ടും 2 സിലിണ്ടറുകൾ കണക്ഷനുള്ളവർക്ക് 35 ദിവസമായിട്ട് സമയപരിധി വർദ്ധിപ്പിച്ചിട്ടുണ്ട്. വിതരണ സംവിധാനം കൂടുതൽ സുരക്ഷിതമാക്കുന്നതിൻ്റെ ഭാഗമായിട്ട് OTP അധിഷ്ഠിത ഡെലിവറി സംവിധാനം മെയ് 1 മുതൽ കർശനമാക്കും. ഇതനുസരിച്ച് ഗ്യാസ് എത്തുമ്പോൾ രജിസ്റ്റർ ചെയ്ത മൊബൈലിലേക്ക് വരുന്ന ഡെലിവറി ഒതൻറ്റിക്കേഷൻ കോഡ് DAC അത് നൽകിയാൽ മാത്രമേ സിലിണ്ടർ കൈപ്പറ്റാനായിട്ട് സാധിക്കുകയുള്ളൂ. അതോടൊപ്പം തന്നെ ആധാർ അധിഷ്ഠിത KYC നടപടികളും നിർബന്ധമാക്കിയിട്ടുണ്ട്. KYC പൂർത്തിയാക്കാത്തവർക്ക് ബുക്കിങ്ങിൽ തടസ്സങ്ങൾ നേരിടാനും അതുപോലെ തന്നെ സബ്സിഡി മുടങ്ങാനും സാധ്യതയുണ്ട്. ഉജ്ജ്വല യോജന ഗുണഭോക്താക്കൾ ഇക്കാര്യം പ്രത്യേകമായിട്ട് ശ്രദ്ധിക്കണമെന്നും അധികൃതർ ഇവിടെ അറിയിക്കുന്നുണ്ട്. ഇനി മറ്റൊരു പ്രധാനപ്പെട്ട മാറ്റം LPG സിലിണ്ടറുകൾക്ക് പകരം പൈപ്പ് ലൈൻ നാച്ചുറൽ ഗ്യാസ് അഥവാ PNG മാറാനുള്ള നിർദ്ദേശമാണ്. PNG സൗകര്യം ലഭ്യമായ പ്രദേശങ്ങളിൽ താമസിക്കുന്നവർ 3 മാസത്തിനകം പുതിയ കണക്ഷനിലേക്ക് ഉടൻ തന്നെ മാറേണ്ടി വരും. ഇത്തരത്തിൽ PNG കണക്ഷൻ എടുക്കുന്നവർ 2 ആഴ്ചയ്ക്കകം തങ്ങളുടെ LPG സിലിണ്ടറുകൾ സറണ്ടർ ചെയ്യേണ്ടതായിട്ടുണ്ട്. LPG അപേക്ഷിച്ച് 40% വരെ ചിലവ് കുറവാണ് എന്നതും സിലിണ്ടറുകളേക്കാൾ സുരക്ഷിതമാണ് എന്നതും PNGയുടെ പ്രത്യേകത കൂടിയാണ്. സൗകര്യമുണ്ടായിട്ടും PNGയിലേക്ക് മാറാനായിട്ട് തയ്യാറാകാത്തവർക്ക് 3 മാസത്തിന് ശേഷം LPG വിതരണം പൂർണ്ണമായിട്ടും നിർത്തലാക്കാനാണ് കേന്ദ്ര സർക്കാർ തീരുമാനിച്ചിരിക്കുന്നത്. കേരള സിവിൽ സപ്ലൈസ് ഡയറക്ടർ മുതലപ്പം തന്നെ ഇക്കാര്യത്തിൽ കർശന നിർദ്ദേശം നൽകിയിട്ടുണ്ട്. അടുത്ത പ്രധാനപ്പെട്ട വാർത്താ അപ്ഡേറ്റ്. ഡിജിറ്റൽ ഇടപാടുകൾക്ക് നിയന്ത്രണം ഏർപ്പെടുത്താനായിട്ട് ഒരുങ്ങുകയാണ് റിസർവ് ബാങ്ക് ഓഫ് ഇന്ത്യ. 10,000 രൂപയ്ക്ക് മുകളിലുള്ള ഇടപാടുകൾ പൂർത്തിയാകാൻ ഇനി 1 മണിക്കൂർ കാത്തിരിക്കേണ്ടി വരും. ഗൂഗിൾ പേ, ഫോൺ പേ, Paytm തുടങ്ങിയ UPI ആപ്പുകൾ വഴി പണം അയച്ചാൽ അത് സ്വീകർത്താവിന് ലഭിക്കാനായിട്ട് 1 മണിക്കൂർ സമയമെടുക്കും. കഴിഞ്ഞ വർഷം മാത്രം 28 ലക്ഷത്തോളം തട്ടിപ്പ് കേസുകളിലായിട്ട് ഏകദേശം 22,931 കോടി രൂപ നഷ്ടപ്പെട്ടതായിട്ട് നാഷണൽ സൈബർ ക്രൈം റിപ്പോർട്ടിംഗ് പോർട്ടലിലെ കണക്കുകളൊക്കെ തന്നെ വ്യക്തമാക്കുന്നു. വ്യാജ കോൾ സെൻറ്ററുകൾ, അതോടൊപ്പം തന്നെ ഡീപ്പ് ഫേക്ക് തുടങ്ങിയ നൂതന വിദ്യകൾ ഉപയോഗിച്ച് തട്ടിപ്പുകാർ ജനങ്ങളെ ചതിക്കുന്ന പശ്ചാത്തലത്തിലാണ് ഈ കൂളിംഗ് ഓഫ് പീരീഡ് ഈ ഒരു സംവിധാനം RBI ആലോചിക്കുന്നത്. തട്ടിപ്പുകാരുടെ നിർബന്ധത്തിന് വഴങ്ങിക്കൊണ്ട് പണം അടച്ചാൽ പോലും അത് പൂർണ്ണമായിട്ട് നഷ്ടപ്പെടാതിരിക്കാനായിട്ട് ഗോൾഡൻ അവർ എന്നറിയപ്പെടുന്ന ഈ ആദ്യ മണിക്കൂർ ഉപഭോക്താവിന് നിർണായകമാണ്. ഈ സമയപരിധിക്കുള്ളിൽ പണം അയക്കുന്ന ആളുടെ അക്കൗണ്ടിൽ നിന്ന് തുക കുറയുമെങ്കിലും സംശയാസ്പദമായിട്ടുള്ള ഇടപാടാണെന്ന് തോന്നിയാൽ അത് റദ്ദാക്കാനുള്ള സൗകര്യം ഉണ്ടായിരിക്കുന്നതാണ്.
ഇടപാട് അസാധാരണമാണെന്ന് ബാങ്കിന് തോന്നിയാൽ ഉപഭോക്താവിന് മുന്നറിയിപ്പ് നൽകാനും വീണ്ടും സ്ഥിരീകരണം തേടാനും ഈ കാലതാമസം ബാങ്കുകളെ സഹായിക്കും. അടുത്ത പ്രധാനപ്പെട്ട വാർത്താ അപ്ഡേറ്റ്, ന്യൂനപക്ഷ മതവിഭാഗങ്ങളിൽപ്പെട്ട പെൺകുട്ടികളുടെ വിവാഹ ആവശ്യങ്ങൾക്കായിട്ട് സുമംഗലി പദ്ധതി വഴി കുറഞ്ഞ പലിശ നിരക്കിൽ വായ്പ നൽകുന്നു. കേരള സംസ്ഥാന ന്യൂനപക്ഷ വികസന ധനകാര്യ കോർപ്പറേഷൻ മുഖേനയാണ് ഈ പദ്ധതി നടപ്പിലാക്കുന്നത്. മുസ്ലിം, ക്രിസ്ത്യൻ, ജൈന, സിഖ്, പാഴ്സ്, അതോടൊപ്പം തന്നെ ബുദ്ധ മതവിഭാഗങ്ങളിൽപ്പെട്ടവർക്ക് ഈ ആനുകൂല്യത്തിന് അർഹതയുണ്ടാകും. കുടുംബത്തിലെ പെൺകുട്ടികളുടെ വിവാഹത്തിന് സാമ്പത്തിക ബുദ്ധിമുട്ട് അനുഭവിക്കുന്നവർക്ക് ഈ പദ്ധതി വലിയ ആശ്വാസമാകുമെന്നാണ് പ്രതീക്ഷിക്കുന്നത്. ഈ പദ്ധതി പ്രകാരം പരമാവധി 5 ലക്ഷം രൂപ വരെയാണ് വായ്പയായിട്ട് ലഭിക്കുക. 6% പലിശ നിരക്കിലാണ് തുക അനുവദിക്കുന്നത്. വസ്തുജാമ്യത്തിൻ്റെയോ അല്ലെങ്കിൽ സർക്കാർ പൊതുമേഖലാ സ്ഥാപനങ്ങളിലേക്ക് തന്നെ ഉദ്യോഗസ്ഥ ജാമ്യത്തിൻ്റെയോ അടിസ്ഥാനത്തിലാണ് ഈ ഒരു വായ്പ അനുവദിക്കുന്നത്. വായ്പയ്ക്കുള്ള അപേക്ഷാ ഫോം അത് കോർപ്പറേഷൻ്റെ ഔദ്യോഗിക വെബ്സൈറ്റായിട്ടുള്ള www.ksmdfc.org എന്ന വിലാസത്തിൽ ലഭ്യമാണ്. അടുത്ത പ്രധാനപ്പെട്ട വാർത്താ അപ്ഡേറ്റ്, തദ്ദേശ തെരഞ്ഞെടുപ്പിന് തൊട്ടു മുൻപ് വലിയ പ്രഖ്യാപനങ്ങളോടെ തുടക്കം കുറിച്ച സ്ത്രീ സുരക്ഷാ വീട്ടമ്മ പെൻഷൻ പദ്ധതി അതിൻ്റെ വിതരണം ആരംഭിച്ച വെറും 2 മാസത്തിനുള്ളിൽ തന്നെ ഇപ്പോൾ നിലച്ചിരിക്കുകയാണ്. 35 മുതൽ 60 വയസ്സ് വരെയുള്ള BPL വിഭാഗത്തിൽപ്പെട്ട സ്ത്രീകൾക്ക് വലിയ ആശ്വാസമാകുമെന്ന് കരുതിയ പദ്ധതിയാണ് 3-ാം മാസം ഇപ്പോൾ കുടിശ്ശികയായിട്ട് മാറിയിരിക്കുന്നത്. വിതരണവുമായി ബന്ധപ്പെട്ട സേവന പെൻഷൻ വിഭാഗത്തിൽ അന്വേഷിച്ചപ്പോൾ സർക്കാർ ഉത്തരവുകൾ വരാത്തതിനാൽ തന്നെ ഈ മാസം വിതരണം ഉണ്ടാകില്ലെന്ന മറുപടിയാണ് അവിടെ നിന്ന് നമുക്ക് ലഭ്യമായിരിക്കുന്നത്. ഇലക്ഷൻ ഫലം വരാനിരിക്കുന്ന സാഹചര്യത്തിൽ ഇനി പുതിയ സർക്കാർ അധികാരത്തിൽ വന്നതിന് ശേഷം മാത്രമേ വിതരണത്തിൽ വ്യക്തത ഉണ്ടാവുകയുള്ളൂ എന്നും ഉദ്യോഗസ്ഥർ സൂചിപ്പിക്കുന്നു. ഫെബ്രുവരിയിലും മാർച്ചിലും കൃത്യമായി തന്നെ ലഭിച്ച തുക ഏപ്രിൽ മാസം അവസാനിച്ചിട്ടും ലഭിക്കാത്തത് ആയിരക്കണക്കിന് സ്ത്രീകളെയാണ് ദുരിതത്തിലാക്കിയിരിക്കുന്നത്. കടുത്ത വെയിലിലൊക്കെ തന്നെ വരി നിന്നും അതോടൊപ്പം തന്നെ രേഖകൾ സംഘടിപ്പിച്ചും അക്ഷയ കേന്ദ്രങ്ങൾ വഴി അപേക്ഷ സമർപ്പിച്ച് ഈ 1000 രൂപയ്ക്കായിട്ട് കാത്തിരിക്കുന്ന പാവപ്പെട്ട ഗുണഭോക്താക്കൾക്ക് സർക്കാരിൻ്റെ ഈ നടപടി അത് വലിയ തിരിച്ചടിയാണ് ഇപ്പോൾ സമ്മാനിച്ചിരിക്കുന്നത്. സാമ്പത്തിക ബാധ്യത മുൻകൂട്ടി കണ്ടിട്ടും പ്രഖ്യാപിച്ച ഈ പദ്ധതി ഇത്ര വേഗത്തിൽ നിർത്തലാക്കുന്നത് വഞ്ചനയാണെന്ന ആക്ഷേപവും ശക്തമാണ്. നിലവിലെ സർക്കാരായാലും ഇനി വരാനിരിക്കുന്ന പുതിയ സർക്കാരായാലും ഈ പദ്ധതി തുടരുമോ അതോ അത് നിർത്തലാക്കുമോ എന്ന ആശങ്കയിലാണ് ഇപ്പോൾ സാധാരണക്കാരായിട്ടുള്ള സ്ത്രീകൾ. അടുത്ത പ്രധാനപ്പെട്ട വാർത്താ അപ്ഡേറ്റ്, സംസ്ഥാനത്ത് ഇന്ന് മെയ് 1-ാം തീയതി ലോക തൊഴിലാളി ദിനത്തോടനുബന്ധിച്ചുകൊണ്ട് പൊതു അവധിയായതിനാൽ തന്നെ സർക്കാർ ഓഫീസുകൾ, ബാങ്കുകൾ, വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾ എന്നിവയ്ക്കൊപ്പം തന്നെ സംസ്ഥാനത്തെ റേഷൻ കടകൾക്കും അവധിയായിരിക്കും. ഏപ്രിൽ മാസത്തിലെ റേഷൻ വിഹിതം വാങ്ങാനുള്ള അവസരം മെയ് മാസം 5-ാം തീയതി വരെ നീട്ടിയിട്ടുണ്ട്. നേരത്തെ ഏപ്രിൽ 4 മുതൽ ഏപ്രിൽ മെയ് മാസങ്ങളിലെ റേഷൻ ഒരുമിച്ച് വിതരണം ചെയ്യാൻ ആരംഭിച്ചിരുന്നു. ഇതനുസരിച്ച് മെയ് 2, 4, 5 തീയതികളിൽ ഏപ്രിൽ മെയ് മാസങ്ങളിലെ വിഹിതം ഗുണഭോക്താക്കൾക്ക് ഒരുമിച്ച് വാങ്ങാൻ സാധിക്കുന്നതാണ്. മെയ് 6-ാം തീയതി മെയ് മാസത്തിലെ ആദ്യ പ്രവൃത്തി ദിവസം എന്ന നിലയിൽ അവധി പ്രഖ്യാപിച്ചിട്ടുള്ളതിനാൽ തന്നെ അന്ന് റേഷൻ കടകൾ പ്രവർത്തിക്കില്ല. മെയ് 7-ാം തീയതി മുതൽ മെയ് മാസത്തെ റേഷൻ വിഹിതം മാത്രമായിരിക്കും ലഭ്യമാവുക. ഈ വിതരണം മെയ് 30 വരെ തുടരും. ഏപ്രിൽ മാസത്തിൽ തന്നെ മെയ് മാസത്തെ റേഷൻ കൂടി മുൻകൂട്ടി വാങ്ങിയിട്ടുള്ളവർക്ക് അത് ഈ മാസം അവർക്ക് ഇനി റേഷൻ ലഭിക്കില്ല എന്നുള്ള കാര്യം പ്രത്യേകം ശ്രദ്ധിക്കണം. ഏപ്രിലിൽ മെയ് മാസത്തെ വിഹിതം വാങ്ങാത്തവർക്ക് മാത്രമേ ഇപ്പോൾ അത് ലഭ്യമാവുകയുള്ളൂ എന്നും പ്രത്യേകം ശ്രദ്ധിക്കേണ്ടതാണ്. ഏറ്റവും അവസാനമായിട്ട് സംസ്ഥാനത്തെ സ്വർണ്ണവില പരിശോധിച്ചാൽ സംസ്ഥാനത്ത് സ്വർണ്ണവിലയിൽ ചാഞ്ചാട്ടം തുടരുകയാണ്. വ്യാഴാഴ്ച ഏപ്രിൽ 30-ാം തീയതി രാവിലെ കുതിപ്പുമായെത്തിയ സ്വർണ്ണവിലയിൽ ഉച്ചയ്ക്കും മാറ്റം രേഖപ്പെടുത്തി. സ്വർണ്ണത്തിന് ഗ്രാമിന് 20 രൂപ കൂടി 13,810 രൂപയും പവന് 160 രൂപ കൂടി 1,10,480 രൂപയിലുമാണ് വ്യാപാരം പുരോഗമിക്കുന്നത്. ഡെയിലി അപ്ഡേറ്റ്സ് പൂർണ്ണമാവുകയാണ്. എല്ലാവരിലേക്കും നിങ്ങൾ ഈ അപ്ഡേറ്റ്സ് ഇപ്പോൾ തന്നെ ഷെയർ ചെയ്യുക. നമ്മുടെ വാട്സപ്പ് ഗ്രൂപ്പിൽ ജോയിൻ ചെയ്യുക. വാർത്തകളും അറിയിപ്പുകളും എല്ലാ ദിവസവും കൃത്യമായി നിങ്ങൾക്ക് വാട്സപ്പ് ഗ്രൂപ്പിൽ ലഭ്യമാകുന്നതാണ്. വാട്സപ്പ് ഗ്രൂപ്പിൻ്റെ ലിങ്ക് വീഡിയോയുടെ ഡിസ്ക്രിപ്ഷനിൽ തന്നെ കമൻറ്റിൽ നൽകിയിട്ടുണ്ട്. എല്ലാ പ്രേക്ഷകരും മറക്കാതെ ഏതെങ്കിലും ഒരു ഗ്രൂപ്പിൽ ജോയിൻ ചെയ്യുക. വാർത്തകൾ എല്ലാവരിലേക്കും ഷെയർ ചെയ്യുക. വീണ്ടും ഡെയിലി അപ്ഡേറ്റ്സുമായിട്ട് നമുക്ക് നാളെ കാണാം. അതുവരേക്കും നന്ദി, നമസ്കാരം. കൃഷൽ മീഡിയ എല്ലാ ദിവസവും വാർത്തകളും അറിയിപ്പുകളും ഡെയിലി അപ്ഡേറ്റ്സും ലഭിക്കാൻ ഇപ്പോൾ തന്നെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, ഫോളോ ചെയ്യുക. നിങ്ങളുടെ ലൈക്കും ഷെയർ നൽകി ഞങ്ങളെ സപ്പോർട്ട് ചെയ്യുക. നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമന്റ് ബോക്സിൽ രേഖപ്പെടുത്തുക.